SIR-മായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു എന്യൂമറേഷൻ ഫോം നൽകാനുള്ള അവസാനത്തെ തീയതി. ഇന്നിപ്പോൾ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്തു വരികയാണ്. അപ്പോൾ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ കുറെ അധികം പേരുടെ കൂടുതൽ പാലക്കാട്ട് കാണുന്നു. അതും BJP കേന്ദ്രങ്ങൾ, BJP ശക്തി കേന്ദ്രങ്ങളിലാണ് അവിടെ ഒരുപാട് ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അവരെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നഗരത്തിലെ BJP കേന്ദ്രങ്ങളിലെ അജ്ഞാത വോട്ടുകളാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. SIR-ൽ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് ഇത്രയും പേരെ ഒഴിവാക്കിയിരിക്കുന്നത്. BJP ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ 50 മുതൽ 65% പേരെയും BLO-മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ന്യായീകരണമാണ് പറയുന്നത്. ഇത്രയധികം ആളുകൾ BJP കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ എങ്ങനെ കടന്നുകൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ BJP-യുടെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ ഇത്രയധികം ആളുകളെ, BLO-മാർ അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ നന്നായി BLO-മാർ അവരുടെ കൃത്യം നിർവഹിച്ചു. അതിനിടയിൽ ഇത്രയും അധികം ആളുകളെ ഒരു സ്ഥലത്തൊക്കെ കാണാതാകുന്നത് വളരെ ദുരൂഹമായി തന്നെ തോന്നുന്നുണ്ട്. എവിടെയാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്ത് വിശദാംശങ്ങളാണ് സാജിദിന് ലഭിക്കുന്നത്? സൈഫുദ്ദീൻ, ജിൽസി, ഗുഡ് മോർണിംഗ്. ഈ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ അതിനെ അനുകൂലിച്ച ഏക രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അതിന്റെ തുടക്കത്തിലെ പണി കിട്ടിയിരിക്കുന്നത് BJP-ക്കാണ്. ഈ BJP-ക്ക് ഇനി ഇതിൽ വലിയ പരാതി പറയാൻ കഴിയില്ല. കാരണം ഇത് ഉള്ള ആളുകളെ വെട്ടിമാറ്റിയതല്ല, അജ്ഞാതരായ ആളുകളാണ്. BJP-യുടെയും RSS-ന്റെയും കോട്ട കൊത്തളങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ ഇത്രയും കാലം ഇല്ലാത്ത വോട്ടുകൾ ചെയ്തതാണോ എന്ന സംശയം, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട സംശയമാണ് ഉയരുന്നത്. അത്രമേൽ ആളുകളെയാണ് വെട്ടി മാറ്റിയിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ SIR എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 32,000-ത്തിലധികം ആളുകളെയാണ്, അല്ലെങ്കിൽ ഒരുപാടധികം ആളുകളെ SIR-ൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അതിലും ഇതിൽ പുറത്താക്കപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ നിലവിൽ പാലക്കാട് ഉള്ളവർ, അല്ലെങ്കിൽ പാലക്കാട് ഇപ്പോഴും താമസിച്ചും ജീവിച്ചും കൊണ്ടിരിക്കുന്ന ആളുകളെ അല്ല പുറത്താക്കിയിരിക്കുന്നത്. BJP കേന്ദ്രങ്ങൾ എന്ന് പറയുന്നിടത്ത് നിന്ന് ഓരോ ബൂത്തുകളിൽ നിന്നും 400-ഉം 500-ഉം ആളുകളെയാണ് അജ്ഞാതരാണ്. അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുറത്താക്കി എന്നല്ല ഇതിന് പറയേണ്ടത്, കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനത്തെ ആളുകളില്ല. അവരുടെ അയൽവാസികളായ ആളുകൾക്ക് എന്ന് പറയുന്നവർക്ക് ആളുകളെ അറിയില്ല, ബന്ധുക്കളില്ല, അയൽവാസികളില്ല, വോട്ടർമാരില്ല, ആരും തന്നെ ഇല്ല. അങ്ങനെ ഓരോ ബൂത്തുകളിലും വടക്കാന്തറ, മൂത്താന്തറ എന്നൊക്കെയുള്ള BJP കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളെയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടിരുന്നു. എവിടെ കണ്ടിരുന്നു? നമ്മൾ കേരളം ഇത് കണ്ടതാണ്. പക്ഷെ നമ്മൾ വേണ്ട വിധത്തിൽ അതിനെ ഗൗനിച്ചില്ല. എവിടെയാണ് നമ്മൾ ഇതിനെ കണ്ടത്? നമ്മൾ കണ്ടത് തൃശ്ശൂരിലാണ്, അല്ലെ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് തൃശ്ശൂരിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയത് തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ വന്നു, കൊല്ലത്ത് നിന്ന് ആളുകൾ വന്നു, പാലക്കാട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, കാസർഗോഡ് നിന്ന് വരെ സംഘ് പരിവാർ പ്രവർത്തകരെ തൃശ്ശൂരിലെ വോട്ടർമാരാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു, അല്ലേ? അതേ പ്രക്രിയ പാലക്കാട് BJP കേന്ദ്രമേ അല്ല, BJP-യുടെ ശക്തി കേന്ദ്രമല്ല എന്ന് ഈ SIR തെളിയിക്കുന്നു. ഈ SIR-ൽ പാലക്കാട്ടെ BJP ശക്തി കേന്ദ്രങ്ങൾ ഒരു പക്ഷേ ഈ SIR നടന്നതിന് ശേഷമായിരുന്നു ഈ പറയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ പാലക്കാട് നഗരസഭയിൽ BJP വിജയിക്കില്ലായിരുന്നു, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടിക ഈ SIR-ൽ പെടുന്നതായിരുന്നില്ല. ആ SIR-ന് പുറത്തുള്ളതായിരുന്നു ആ വോട്ടർ പട്ടിക, അല്ലേ? നിങ്ങളല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോ ആ SIR നടന്നു കഴിയുമ്പോ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ ബൂത്തുകളിൽ നിന്നും 400-ഉം 500-ഉം ആളുകളെയാണ് കണ്ടെത്താൻ കഴിയാത്തതായിട്ടുള്ളത്. പുറത്താക്കി എന്നല്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എന്താ? വോട്ടർമാരെ കണ്ടെത്താൻ കഴിയുന്നില്ല, അതിൽ പറഞ്ഞിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല, അവരുടെ അയൽവാസികളെ കണ്ടെത്താൻ കഴിയുന്നില്ല, അവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയുന്നില്ല, ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം SIR എന്ന് നമുക്ക് ഇതിനെ പറഞ്ഞു വെക്കാൻ പറ്റും. കാരണം രാഹുൽ അത്രമാത്രം പണിയെടുത്തിട്ടുണ്ട്.
രാഹുൽ അത്രമാത്രം പണിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പച്ചക്കള്ളമാണ്. BLOമാർ എന്യൂമറേഷൻ ഫോമുമായി പോകുമ്പോ അവിടെ ഈ വോട്ടർമാരില്ല, അവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആളുകളില്ല, അവരുടെ അയൽവാസികൾ എന്ന് പറയുന്ന ആളുകളില്ല, അവരുടെ വോട്ടർമാരെ കാണാനില്ല. അജ്ഞാത വോട്ടർമാർ എന്ന് പറഞ്ഞാൽ കള്ള വോട്ട്. നമ്മൾ എവിടെ കണ്ടത്? തൃശ്ശൂരിൽ കണ്ടത്, നമ്മൾ ഹരിയാനയിൽ കണ്ടത്, നമ്മൾ ബീഹാറിൽ കണ്ടത്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടകം ഗോപാലൻ പറഞ്ഞ ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണ്. എന്താണത്? ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പില്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടത്തില് 18,000-ലധികം വോട്ടിന് വിജയിച്ചു കയറിയ ആ ഉപതെരഞ്ഞെടുപ്പില് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഭൂരിപക്ഷം. എന്തുകൊണ്ടാ? അതിനുള്ള കാരണം എന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യാൻ ഈ ആളുകൾ വരാറുണ്ടായിരുന്നു, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഈ ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി അത് ഈ പറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായപ്പോ ഈ പുറത്തു നിന്നുള്ള ആളുകൾ എത്തിയില്ല അതിലേക്ക് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അതുകൊണ്ടാണ് ആ പാലക്കാട് നഗരസഭയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ BJP എങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഇപ്പൊ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഓരോ ബൂത്തുകളിലും 400-500 ആളുകൾ അജ്ഞാതരായിട്ട് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി BLO ചെല്ലുമ്പോ ഈ അജ്ഞാത വോട്ടർമാരെ കാണാനില്ല, അവരുടെ അയൽവാസികൾ എന്ന് പറയുന്ന ആളുകളില്ല, അവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആളുകളില്ല. എന്യൂമറേഷൻ ഫോമിൽ ഫോട്ടോയും അവരുടെ എപിക് നമ്പറും ഒക്കെയുള്ള എന്യൂമറേഷൻ ഫോം, അത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓൾറെഡി പ്രിന്റ് ചെയ്ത എന്യൂമറേഷൻ ഫോം, ഫോട്ടോയും എപിക് നമ്പറും പ്രിന്റ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളാണല്ലോ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അത്തരത്തിൽ ഫോട്ടോയും എപിക് നമ്പറും ഉൾപ്പെടുന്ന എന്യൂമറേഷൻ ഫോമുമായി BLOമാർ ചെല്ലുമ്പോ വടക്കാന്തറയില്, മൂക്കാന്തറയില് ഈ പറയുന്ന BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയും വോട്ടർമാരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന, സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന, RSSന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന പലയിടങ്ങളിലും, പല ബൂത്തുകളിൽ നിന്നും, മിക്ക ബൂത്തുകളിൽ നിന്നും 400-500 പേരെയാണ് വെട്ടിമാറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 400-500 പേരെ വെട്ടിമാറ്റുന്ന ബൂത്തുകളിൽ ആകെയുള്ള വോട്ടർമാരെന്ന് പറയുന്നത് 700-800 വോട്ടർമാരാണ്. 700-800 വോട്ടർമാരുള്ള ബൂത്തുകളിൽ നിന്ന് 400-500 പേരെ കണ്ടെത്താൻ കഴിയാതെ പുറത്താക്കപ്പെടുകയാണ്. അത്തരത്തിലുള്ള വോട്ടർമാരേ ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വോട്ടൊക്കെ വോട്ട് ചോരിയാണെന്ന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെയാണ് ഇവിടെ പ്രതിധ്വനിക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പാലക്കാടിനെയാണ് പറയുന്നത് BJPയുടെ കോട്ട എന്ന്. BJPയുടെ കോട്ടയല്ല, കള്ളവോട്ടിന്റെ കോട്ട. സംഘപരിവാർ കള്ളവോട്ടുകൾ കുത്തിനിറച്ച് ഉണ്ടാക്കിയ അവരുടെ കോട്ട മനക്കോട്ടയാണ്. അത് യഥാർത്ഥ കോട്ടയല്ല എന്ന് SIR തെളിയിക്കുകയാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തേക്ക് പോയിരിക്കുന്നത്. അല്ലേ? തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എന്ന് പറയുന്ന ചാണക ഗോപി വിജയിച്ചു കയറിയ തൃശൂർ പാർലമെന്റ് മണ്ഡലം, ആ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്താണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഒന്നുമില്ല. പൂജ്യമാണ്, വട്ടപൂജ്യമാണ് BJP എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? കാരണം BJPക്ക് ഈ സുരേഷ് ഗോപിക്ക് വോട്ടുണ്ടായത്, സുരേഷ് ഗോപി കുടുംബങ്ങൾക്ക് വോട്ടുണ്ടായത് എവിടെയാ? തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത്. അവിടെ നിന്ന് വോട്ട് തൃശ്ശൂരിലേക്ക് എത്തിച്ചു. സുരേഷ് ഗോപിയുടെ സഹോദരന്റെ വോട്ട് കൊല്ലത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് എത്തിച്ചു. സംഘപരിവാർ പ്രവർത്തകരുടെ വോട്ട് പാലക്കാട് നിന്ന്, മലപ്പുറത്ത് നിന്ന്,
കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരുടെയും വോട്ടുകൾ, സംഘപരിവാർ കേന്ദ്രങ്ങളുടെ വോട്ടുകളൊക്കെ തൃശ്ശൂരിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചു കയറിയത്. 1,15,000-25,000 വരുന്ന വോട്ടുകളാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പുതുതായി ചേർക്കപ്പെട്ടത്. സുരേഷ് ഗോപി വിജയിച്ചത് 75,000 വരുന്ന വോട്ടുകൾക്കാണ് വിജയിച്ചു കയറിയത്. ആ വോട്ടുകളൊക്കെ വീണ്ടും മാറി. സുരേഷ് ഗോപി ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്, അല്ലേ? സുരേഷ് ഗോപി വോട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. അതുപോലെ തൃശ്ശൂരിലേക്ക് വന്ന വോട്ടുകളൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ആ പോയപ്പോ BJP വട്ടപൂജ്യമായി. ഇത് തന്നെയാണ് പാലക്കാടും സംഭവിക്കുന്നത്. പാലക്കാട്ട് കള്ള വോട്ടുകളാണ്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ 700-800 വോട്ടുകളുള്ള ബൂത്തുകളിൽ, ആ ബൂത്തുകളിൽ നിന്ന് ഇപ്പോൾ SIR പ്രകാരം കണ്ടെത്താൻ കഴിയാതെ വരുന്ന ബൂത്ത് വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഓരോ ബൂത്തുകളിലും 400-500. അപ്പോ ഒരു ശുദ്ധികലശം നടത്തിയപ്പോ, ചാണകവെള്ളം തെളിച്ചെന്ന് ശുദ്ധി ചെയ്തപ്പോ BJPയുടെ വോട്ടുകളൊക്കെ പൊടിപടലമായി ആവിയായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഈ SIR നടന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ, ഈ ശുദ്ധീകരണം നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ, ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുമായിരുന്നില്ല, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ വലിയ വോട്ട് കൊള്ള നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. അത് നമ്മുടെ കേരളത്തിലും നടക്കുന്നു. ചില കേന്ദ്രങ്ങൾ മുൻനിർത്തി BJPയും സംഘപരിവാറും RSSും അവർക്ക് ചെറിയ സ്വാധീനങ്ങളുള്ള ഇടത്ത്, അവർക്ക് ബൂത്തുകളിൽ സ്വാധീനങ്ങളുള്ളിടത്ത് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള വോട്ട് കൊള്ള നടത്തുന്നു. അതാണ് ഈ SIR നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. എനിക്ക് തോന്നുന്നു ഈ SIR കേരളത്തിൽ ഒരു വലിയ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഉത്തരേന്ത്യയിൽ അവർക്ക് തോന്നും പോലെയാണ്. ബീഹാറിൽ നിങ്ങൾ കണ്ടില്ലേ, 7,42,00,000 ഉണ്ടായ അവസാന വോട്ടർ പട്ടികയിലെ ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 7,45,00,000 മാറി. 3 ലക്ഷം വോട്ടർമാർ കൂടി. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും, പല നിയമസഭാ മണ്ഡലങ്ങളിലും, ബീഹാറിൽ ഈ പറയുന്ന NDA മുന്നണികൾ, NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുന്നത് 1000-ൽ ചുവടെയുള്ള വോട്ടുകൾക്കാണ്, ഭൂരിപക്ഷത്തിനാണ് എന്നുള്ളതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ SIR എന്ന് പറയുന്നത് BJP കോട്ടകൾ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്ന പല കേന്ദ്രങ്ങളും തകർന്നടിയും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അതാണ് അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ പാലക്കാട് കാണുന്നത്. പാലക്കാട് നഗരസഭയിൽ ഈ പറയുന്ന 700-800 ആകെ വോട്ടർമാരുള്ള ബൂത്തുകളിൽ, ആ ബൂത്തുകളിൽ നിന്ന് 400-500 ആളുകൾ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവര് പാലക്കാട് ഉണ്ടായിട്ടല്ല, അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല, അവരുടെ അയൽവാസികളെ കണ്ടെത്താൻ കഴിയുന്നില്ല, അവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയുന്നില്ല, അവരെ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഓരോ ബൂത്തുകളിൽ നിന്നും 300-400-500 ആളുകൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ പാലക്കാട് വോട്ട് കൊള്ള അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊളിച്ചടക്കിയിരിക്കുന്നു. ഈ SIRമായി ബന്ധപ്പെട്ട് രാഹുൽ വലിയ ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ട്. BLOമാരെ കൃത്യമായി BLOമാരെ നിരീക്ഷിച്ച് BLOമാരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുണ്ട്. അതാണിപ്പോ ഈ ഫോമുകളൊന്നും പൂരിപ്പിച്ചു കൊടുക്കാൻ BJPക്ക് സാധിക്കാതെ വന്നത്. അങ്ങനെ സാധിക്കാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ബൂത്തുകളിൽ നിന്നും പ്രത്യേകിച്ചും ഈ പറയുന്ന BJPയുടെ കോട്ടകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ബൂത്തുകൾ എന്ന് പറയുന്ന ബൂത്തുകളിൽ നിന്ന് 300-400-500 ആളുകളെ കണ്ടെത്താൻ കഴിയാതെ പുറത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നിരിക്കുന്നത്.